ഇന്നലെ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ മുരളീധരനായിട്ടായിരുന്നു കേട്ടോ ശ്രീലകത്തുണ്ടായിരുന്നത്. നല്ല ചന്തത്തിൽ ചാർത്തിയിട്ടുള്ള ഒരു കുഞ്ഞികൃഷ്ണൻ, ചെറിയൊരു ഉണ്ണിയായിരുന്നു കേട്ടോ. ഒരു 2.5 വയസ്സ് 3 വയസ്സൊക്കെ പ്രായം ഉണ്ടായിരിക്കും. പക്ഷെ ചെറിയൊരു ഉണ്ണിയായിട്ടാണ് ചാർത്തിയിരിക്കുന്നത്. കാല് രണ്ടും ഇങ്ങനെ പിണച്ച് വെച്ചിട്ട് നല്ല ഭംഗിയിൽ ആ നിൽപ്പെന്നെ കാണാനായിട്ട്, ഓടക്കുഴലിൽ ഇങ്ങനെ നെഞ്ചോട് ചേർത്തിട്ട് വേണുഗാനം പൊഴിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ഭാവത്തിലായിരുന്നു കേട്ടോ. വേണു ഇങ്ങനെ ഊതി തുടങ്ങിയിട്ടില്ല. എല്ലാവരും എത്തട്ടെ എന്നെ കാണാനായിട്ട്, അവരെയൊക്കെ ഒന്ന് ഈ വേണുഗാനത്തിലൊന്ന് മയക്കാം എന്ന് കരുതിയിട്ട് ആ വേണു ഇങ്ങനെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് നിൽക്കുന്ന രൂപത്തിലായിരുന്നു ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പൻ ഉണ്ടായിരുന്നു കേട്ടോ. 2 തിരുമുടി മാലകൾ ഉണ്ടായിരുന്നു ഭഗവാന്. ഒരെണ്ണം വെളുപ്പ് നന്ദ്യാർ വട്ടപ്പൂക്കൾ കൊണ്ട് കോർത്തിട്ടുള്ളതായിരുന്നു. വേറെ ഒരെണ്ണം തെച്ചിയും തുളസിയും. തെച്ചിയാണ് കൂടുതലും കോർത്തിരിക്കുന്നത്, ചെറുതായിട്ട് തുളസിയും കൂടെ കോർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 ഉണ്ടമാല ഉണ്ടായിരുന്നു. ഭഗവാന്റെ ദേഹത്തോട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്നത് മുഴുവനായിട്ട് നന്ദ്യാർ വട്ടപ്പൂക്കൾ കൊണ്ട് കോർത്തിട്ടുള്ളതായിരുന്നു. അതിന് താഴെ എത്തുമ്പോൾ മാത്രം കുറച്ച് തുളസി കോർത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഉണ്ടമാലയിലെ നന്ദ്യാർ വട്ടപ്പൂക്കളുണ്ട്, തെച്ചിയുണ്ട്. നന്ദ്യാർ വട്ടം കോർത്തിട്ട് പിന്നെ നന്ദ്യാർ വട്ടത്തിൽ ഇടയ്ക്കിലെ കുത്തുകുത്ത് പോലെ തെച്ചി കോർത്തിട്ട് പിന്നെ നന്ദ്യാർ വട്ടം വളരെ നേരിയ രീതിയിലാണ് തെച്ചി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കുത്തുകുത്ത് പോലെയാണ് തോന്നുക. അതിനും താഴേക്ക് എത്തുന്ന ഭാഗത്ത്, ആ പാദങ്ങളുടെ ഭാഗത്തേക്ക് എത്തുമ്പോൾ കുറച്ച് തുളസിയിലും കൂടെ കോർത്തിട്ടായിരുന്നു. അങ്ങനെയായിരുന്നു തിരുമുടിമാലയും ഉണ്ടമാലയും ഉണ്ടായിരുന്നത്. അതിന് നടുക്കാണ് വേണുഗാനം പൊഴിക്കാനുള്ള ആ ഭാവത്തിൽ നമ്മുടെ ഉണ്ണിക്കണ്ണൻ മിടുക്കനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നെറ്റിയിൽ ഒരു ഗോപി തിലകൊക്കെ ചാർത്തിയിട്ട്, കാതുപൂക്കളുണ്ട് ഇന്നലെ, അതിന് മുകളിലും ഒരു ഗോപി തിലകുണ്ട്. പിന്നെ നല്ല ഭംഗിയിൽ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുക. നമ്മളെയൊക്കെ ഇങ്ങനെ കാത്തിട്ട് നിൽക്കുകയാണ് കേട്ടോ. 3 മാലകൾ അണിഞ്ഞിട്ടുണ്ട്. ആ വളയം പോലത്തെ മാലയുടെ താഴെയായിട്ട് വേറെയും ഒരു ഗോപി തിലകുണ്ട്. പിന്നെ കൈകളിലെ കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ട് ആ പൊന്നോടക്കുഴലിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഞാനിതാ വേണുഗാനം പൊഴിക്കാനായിട്ട് പോകുകയാണ് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ട്, ചുവന്ന പട്ടുകൊണ്ട് ഇങ്ങനെ ഞൊറിഞ്ഞ് ചുറ്റിയിട്ടുണ്ട്. പിന്നെ കാല് രണ്ടും പിണച്ച് വെച്ചിരിക്കുക എന്ന് പറഞ്ഞല്ലോ, റെഡി ആയിട്ടാണ് നിൽക്കുന്നത്, തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. കാലുകളിൽ ഇങ്ങനെ കാൽത്തളകളും നല്ല ഭംഗിയിൽ നല്ല തിളങ്ങുന്ന കാൽത്തളകളും കാണാണ്ടായിരുന്നു കേട്ടോ. നന്നായി ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ട് നല്ല തിളക്കത്തോട് കൂടിയിട്ടാണ് ഭഗവാൻ നിൽക്കുന്നതേ. ആരാണോ ഭഗവാനെ കാണാനായിട്ട് വരുന്നത്, ഭഗവാന്റെ ആ രൂപം കാണുന്നത്, അവരെയൊക്കെ ആ വേണുഗാനത്തിൽ ഇങ്ങനെ മയക്കി എന്തൊക്കെ സങ്കടങ്ങൾ അവർക്കുണ്ടെങ്കിലും അതെല്ലാം മാറ്റി കൊടുക്കാനായിട്ട്, സന്തോഷം നൽകാനായിട്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത്. പിന്നെ ഇപ്പോൾ പിറന്നാളൊക്കെ വരികയല്ലേ, അതിൻ്റെ ഒരു സന്തോഷം കൂടെ ആ മുഖത്തുണ്ടേ. ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരുപാട് ഭക്തർ കണ്ണനെ കാണാനായിട്ട് വരുമല്ലോ, പിറന്നാൾ സദ്യ കഴിക്കാനായിട്ട്, കണ്ണന് സമ്മാനങ്ങളായിട്ട്. അപ്പം അതെല്ലാം ആ മുഖത്ത് ഇങ്ങനെ സന്തോഷമായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അത്രയേറെ സുന്ദരനായിട്ട് സന്തോഷവാനായിട്ടാണ് നമ്മുടെ ഉണ്ണി നിൽക്കുന്നുണ്ടായിരുന്നത്. അതിലിപ്പോൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഞാൻ പറഞ്ഞൊരു കുഞ്ഞീഷ്ണന്റെ പോലെ ചെറിയൊരു ഉണ്ണി അങ്ങനെയായിരുന്നു കേട്ടോ. നിൽപ്പ് നല്ല പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി നമ്മളേക്ക് അനുഗ്രഹിക്കാനായിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു ഉണ്ണിക്കണ്ണനായിട്ട്.